ഒരിക്കലുമല്ല. അങ്ങനത്തെ ആരും തെറ്റിദ്ധരിക്കുകയും വേണ്ട. വളരെ കൃത്യമായി തന്നെ RSSനോടുള്ള നിലപാടുകൾ, അദ്ദേഹത്തിനെതിരായിട്ടുള്ള നിലപാടുകളൊക്കെ കൃത്യമായി അതാ സമയങ്ങളിൽ തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് മോഹൻ ഭഗവതിനെയും അതുപോലെ തന്നെ LK അദ്വാനിയും ഇപ്പോൾ പരാമർശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നരേന്ദ്രമോദിയുടെ ഒരു ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം എന്താണ് മറ്റുള്ള നേതാക്കന്മാരോട് കാണിച്ചത്? അദ്ദേഹം കാണിച്ച അവസരവാദ നിലപാടുകൾ, തനിക്ക് അധികാരത്തിൽ വരുവാൻ വേണ്ടിയിട്ട് മറ്റു മുതിർന്ന നേതാക്കളെ ഇല്ലാത്ത മാനദണ്ഡങ്ങളൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരെയൊക്കെ വെട്ടി ഒതുക്കി, അവരെയൊക്കെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി, അധികാരം മുഴുവൻ തന്റെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ മാനദണ്ഡങ്ങളും ഈ കീഴ്വഴക്കങ്ങളൊന്നും തനിക്ക് ബാധകമല്ല എന്ന് കാണിക്കുന്ന ആ ശൈലിയുണ്ടല്ലോ, ആ ശൈലി തുറന്നു കാട്ടാൻ വേണ്ടിയിട്ടാണ് ഈ LK അദ്വാനിയുടെയും അല്ലെങ്കിൽ അതുപോലെ തന്നെ മോഹൻ ഭഗവതിന്റെയും ഒക്കെ പ്രസ്താവനകളും അതുപോലെ ഒക്കെ ഇവിടെ വളരെ കൃത്യമായി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ ഇവിടെ ഈ സംഭവ വികാസങ്ങളിൽ ഞങ്ങൾക്ക് അത്രമാത്രം വലിയ ആവേശം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. നരേന്ദ്രമോദി എന്ന നേതാവ് അദ്ദേഹം അൺബീറ്റബിൾ ആണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇവിടെ എന്തൊക്കെയായിരുന്നു ഇവിടെ വലിയ പ്രചരണം ഉണ്ടായത്? സമൂഹ മാധ്യമങ്ങളിൽ, BJP അനുകൂലിക്കുന്ന മാധ്യമങ്ങളിൽ BJP നേതാക്കൾ ഒക്കെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? 400 സീറ്റിന് മുകളിൽ നരേന്ദ്രമോദി തന്നെയല്ലേ വലിയ ആത്മവിശ്വാസം പറഞ്ഞത്. പക്ഷെ ഈ പറയുന്ന ഉത്തരേന്ത്യയിൽ തന്നെ, ഉത്തർപ്രദേശ് ഉൾപ്പെടെ ഉത്തരേന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടായി. അപ്പോൾ നരേന്ദ്രമോദി എന്ന വ്യക്തി അൺബീറ്റബിൾ ആണ് എന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. വളരെ കൃത്യമായി തന്നെ ഈ രാജ്യത്തെ രാഷ്ട്രീയം സംസാരിച്ചു കൊണ്ടുപോയാൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ഇതുപോലെയുള്ള ജനാധിപത്യ വിരുദ്ധ നയങ്ങളൊക്കെ വളരെ കൃത്യമായി അനുസരിക്കട്ടെ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവിടെയുള്ള BJP നേതാക്കൾക്ക് സത്യസന്ധമായി പറയാൻ കഴിയുമോ? മഹാരാഷ്ട്ര ഉൾപ്പെടെ, ഹരിയാന ഉൾപ്പെടെ, ഇനി നടക്കാൻ പോകുന്ന ബീഹാർ ഉൾപ്പെടെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്താതെ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കാതെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം നിൽക്കുണ്ടോ? എന്തുകൊണ്ടാണ് ഇപ്പോൾ 100% സത്യസന്ധമായിട്ടാണ് ഹരിയാന, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നതെന്ന് ഒരു BJP നേതാവ് പോലും സമ്മതിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വളരെ കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പ് ടാമ്പർ ചെയ്തു, വോട്ടർ പട്ടികയിൽ അട്ടിമറി നടത്തി. വളരെ കൃത്യമായി തന്നെ ആ കേസുകൾ ഇപ്പോൾ സുപ്രീം കോടതി നിൽക്കുക. ബീഹാറിൽ പോലും 2-3 മാസം മാത്രം തെരഞ്ഞെടുപ്പ് ബാക്കി നിൽക്കുമ്പോഴാണ് 3 കോടിയോളം ആളുകൾ അവരവരുടെ പൗരത്വ രേഖകൾ, അവരുടെ വോട്ടവകാശത്തിലുള്ള അവരുടെ രേഖകൾ, തെളിവുകൾ ഹാജരാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ വളരെ കൃത്യമായി തന്നെ BJPയുടെ ഏജന്റായി മാറിക്കൊണ്ട്, BJPയുടെ മറ്റൊരു സഖ്യകക്ഷിയായി മാറിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇവിടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നു. ഇന്നലെ തന്നെ സുപ്രീം കോടതി ചോദിച്ചല്ലോ, ഇതിൽ ടൈമിംഗ് ആണ് പ്രശ്നം. അത് തന്നെ ഞങ്ങൾ ചോദിക്കുന്നത്, ഈ വോട്ടർ പട്ടികയിൽ നിങ്ങൾക്ക് അതിന്റെ അകത്ത് ക്ലീനിങ് വരുത്തുമ്പോ, വോട്ടർ പട്ടികയിൽ റിവിഷൻ വരുത്തുമ്പോ അതിനൊരു സമയമുണ്ട്. കൃത്യമായി തെരഞ്ഞെടുപ്പിന് 2-3 മാസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഈ വോട്ടർ പട്ടികയിൽ ഇതുപോലെ അട്ടിമറി നടത്തുന്നെങ്കിൽ നിങ്ങൾക്ക് നരേന്ദ്രമോദി എന്ന നേതൃത്വത്തിൽ BJPക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. വോട്ടുകൾ ക്യാച്ച് ചെയ്യുവാൻ, BJP തെരഞ്ഞെടുപ്പുകൾ ജയിപ്പിക്കുവാൻ നരേന്ദ്രമോദിക്ക് കഴിയുമെന്നുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ വിവാദത്തിലൊന്നും കോൺഗ്രസിന് പിന്നെ സന്തോഷിക്കേണ്ട കാര്യമില്ല. നരേന്ദ്രമോദി റിട്ടയർ ചെയ്തതിന് BJP തോൽപ്പിക്കാം എന്നൊന്നുമല്ല കോൺഗ്രസ് കണക്കുകൂട്ടി. വളരെ കൃത്യമായി നേരത്തെ തെരഞ്ഞെടുപ്പ് നടത്താൻ സംശുദ്ധമായി, സത്യസന്ധമായി, നീതിപൂർവമായി തെരഞ്ഞെടുപ്പ് നടത്താൻ നരേന്ദ്രമോദി അല്ല ഈ BJPയെ അവരുടെ മറയിൽ പോലും നിന്ന് തോൽപ്പിക്കാനുള്ള കരുത്തുണ്ട്, ശക്തിയുണ്ട് എന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ശരി, ശ്രീ നവീൻജി നാദമണി, ഇവിടെ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാൾ തുടങ്ങി വെച്ച ഒരു പ്രസംഗം, അതിൽ നിന്ന് പിന്നീട് പലതവണയായിട്ട് ഇത് ചർച്ചാ വിഷയമായി വന്നിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ കരുതുന്നുണ്ടോ ഇങ്ങനെയൊരു കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ്, 2029 മുൻപ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് വിരമിക്കുമെന്ന്? ഇല്ല, അങ്ങനെ വ്യക്തമായ ഉറപ്പുകളും കാര്യങ്ങളും യാതൊന്നുമില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ, താൻ മുന്നോട്ട് വെച്ച നിയമങ്ങൾ തനിക്ക് ബാധകമല്ല എന്നാണ് മോഡി പറയുന്നത് എന്നുള്ള വേറൊരു വസ്തുത ഇവിടെ ഉണ്ട്. അത് നമുക്ക് അനുഭവമാണ്. അച്ചടക്കത്തിന് വേണ്ടിയെല്ലാം അധികാരം അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടിയാണ് ഈ നിയമങ്ങളെല്ലാം കൊണ്ടുവന്നതെന്നുള്ള കാര്യം നമുക്ക് ബോധ്യമുള്ളതാണ്. മോഡി മുമ്പോട്ട് വെച്ച പല വാഗ്ദാനങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. 15 ലക്ഷം രൂപയും 2 കോടി ജോലിയും കള്ളപ്പണം തിരിച്ചു കൊണ്ടുവരുമെന്ന്, സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞ വാഗ്ദാനങ്ങളുണ്ട്. അതിനെയെല്ലാം അമിത്ഷാ പറഞ്ഞത് ജുംല എന്നാണ്. ആ ജുംല പോലെ നരേന്ദ്രമോദിയുടെ മറ്റൊരു ജുംലയാണിത്. പാർട്ടിയിൽ ഏകാധിപത്യം ഉറപ്പിക്കുവാനായിട്ട് നടത്തിയ ഒരു ജുംലയാണ്. അവിടെ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു വെച്ചൊരു കാര്യവും കൂടിയുണ്ട്. നരേന്ദ്രമോദി മാറുകയാണെങ്കിൽ വരാൻ പോകുന്നത് അമിത്ഷായാണ്, അമിത്ഷായ്ക്ക് വേണ്ടിയാണ് വോട്ട് ചോദിക്കുന്നതെന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു വെച്ചത്. അതുകൂടാതെ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന വ്യക്തിയെ ഒതുക്കുവാനുള്ള ഒരു ശ്രമവും നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിന്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റുകൾ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ, അതിനുശേഷം, അതായത് 2024 മെയ് 12 ശേഷം നടന്ന ഫേസിൽ നടന്ന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പുകളിലെ റിസൾട്ടുകളിൽ നിന്ന് അത് നമുക്ക് മനസ്സിലായതാണ്. BJP അവിടെ പൂർണ്ണമായിട്ട് അടിപതറിപ്പോയ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. പക്ഷെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം.
അമിത്ഷാ എന്ന് പറയുന്ന വ്യക്തിയാണ് പ്രധാനമന്ത്രിയായിട്ട് വരാൻ പോകുന്നതെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞതിലും ചില കാര്യങ്ങളുണ്ട്. ഇതിനു മുമ്പ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2019 തെരഞ്ഞെടുപ്പിന് മുൻപ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിട്ട് അമിത്ഷാ വരാൻ പോകുന്നു എന്ന് പറഞ്ഞാണ്. അത് തന്നെ സംഭവിച്ചല്ലോ. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിട്ട് അമിത്ഷാ വന്നല്ലോ. അമിത്ഷാ അധികാരത്തിലേക്ക് വരുമ്പോൾ, അധികാരത്തിന്റെ ഉത്തുംഗസിംഹത്തിലേക്ക് അമിത്ഷാ കടന്നു വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രതിസന്ധികളെ പറ്റി കൂടെയാണ് സൂചിപ്പിച്ചു പോയത്. 2002 കലാപം, ഗുജറാത്ത് കലാപവും അതിന്റെ തുടർച്ചകളും എല്ലാം നമുക്കറിയാവുന്നതാണ്. അവിടുത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഹരേൻ പാണ്ഡ്യയുടെ മരണം മുതൽ ജസ്റ്റിസ് ലോയയുടെ മരണം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ചരിത്രം, മരണങ്ങളുടെ ചരിത്രങ്ങൾ നമുക്കറിയാവുന്നതാണ്. അവിടെ വിത്തൽ ഭായ് പാണ്ഡ്യ എന്ന് പറയുന്ന ഹരേൻ പാണ്ഡ്യയുടെ പിതാവ് പറഞ്ഞ വാക്കുകളുണ്ട്. 2002 കലാപത്തെ കുറിച്ചുള്ളത് പരസ്യമായി പറഞ്ഞതിന്റെ പേരിൽ കൊല്ലപ്പെട്ടവനാണ് തന്റെ പുത്രൻ എന്ന് പറഞ്ഞത് ഹരേൻ പാണ്ഡ്യ. അന്നത്തെ അവിടുത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഹരേൻ പാണ്ഡ്യയുടെ അച്ഛൻ വിത്തൽ ഭായ് പാണ്ഡ്യ പറഞ്ഞാണ്. ചൂണ്ടിക്കാട്ടിയ ഒരു വ്യക്തിയുണ്ട് വിത്തൽ ഭായ് പാണ്ഡ്യ. അത് അമിത്ഷായെ തന്നെയാണ് വിത്തൽ ഭായ് പാണ്ഡ്യ ചൂണ്ടിക്കാണിച്ചത്. അന്ന് തൊട്ട് ഇങ്ങു വരെയുള്ള അമിത്ഷായുടെ പ്രവർത്തനങ്ങളും നരേന്ദ്രമോദിക്ക് ഈ കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറയുന്ന രീതിക്ക് കൂടെ നിൽക്കുന്ന വ്യക്തിയെ പറ്റിയും കൂടെ സൂചിപ്പിക്കാനാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന വാക്കുകൾ ഉപയോഗിച്ചത്. അത് ഇന്ത്യയിൽ BJP നടത്തുന്ന ആ ഏകാധിപത്യം ഏത് സീമകളിൽ ലംഘിച്ച്, ഏത് അതിരുകളിൽ ലംഘിച്ച് എങ്ങോട്ടേക്കൊക്കെ പോകുമെന്നൊക്കെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞാണ്. അല്ലാതെ നരേന്ദ്രമോദി ഇവിടെ 75 വയസ്സ് കഴിഞ്ഞാൽ രാജിവെക്കാൻ പോകുന്നു, അല്ലെങ്കിൽ മറ്റൊരാൾ പ്രധാനമന്ത്രി, ഇനി അങ്ങനെ സംഭവിച്ചാൽ തന്നെ RSSന്റെ നിയന്ത്രണത്തിലൂടെയൊന്നും അല്ല BJP പോകുന്നത്. BJP അദാനിയും BJPയും ചേർന്ന്, അല്ലെങ്കിൽ അദാനിയും മോദിയും അമിത്ഷായും ചേർന്ന് നയിക്കുന്ന ഒരു ഇന്ത്യയാണ് ഇന്നത്തെ ഇന്ത്യ. അവിടെ RSSന് യാതൊരു പങ്കുമില്ല എന്നുള്ള വസ്തുത വ്യക്തമായിട്ട് അറിയാവുന്ന വ്യക്തി മോഹൻ ഭഗവത് തന്നെയാണ്. ഒരുപക്ഷെ RSS ആയിരുന്നായിരിക്കാം BJPയുടെ എല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ശക്തി എന്ന് പറയുന്നത്. ഇന്ന് RSS അല്ല BJPയെ നിയന്ത്രിക്കുന്നത്. മോദിയും അമിത്ഷായും അദാനിയും കൂടിയാണ് BJPയെ നിയന്ത്രിക്കുന്നത്. ആ അമിത്ഷാ തന്നെയായിരിക്കും അധികാരം കൈയാളാൻ പോകുന്നതെന്നുള്ള നഗ്ന സത്യം ഇന്ത്യയിലെ ജനങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറയുകയാണ് അരവിന്ദ് കെജ്രിവാൾ ചെയ്തത്. അതിന്റെ തുടർച്ചയായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ സ്വന്തം പാർട്ടിയെയും പാർട്ടി പ്രവർത്തകരെയും വഞ്ചിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയമാണ് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയവും അമിത്ഷായുടെ രാഷ്ട്രീയവും എന്നുള്ള വസ്തുത തുറന്നു കാണിക്കുകയാണ് ചെയ്തത്. സ്വന്തം പാർട്ടി പ്രവർത്തകരെയും പാർട്ടിയെയും എല്ലാം ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അന്ന് മാർഗദർശക മണ്ഡലം ഉണ്ടാക്കിയെന്നുള്ള വസ്തുതയാണ് വിളിച്ചു പറഞ്ഞത്. അത് അദാനിയും മുരളി മനോഹർ ജോഷിയും കണക്കുള്ള സീനിയർ നേതാക്കന്മാരെ ഒതുക്കുവാനായിട്ടുണ്ടാക്കിയ ഒരു സംവിധാനം എന്നാണ് പറഞ്ഞത്. അതിനുശേഷം BJP എന്ന പ്രസ്ഥാനത്തിൽ നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് നടത്തിയ ആ BJP എന്ന പ്രസ്ഥാനത്തെ അവര് കൈപ്പിടിയിൽ ഒതുക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ മുഴുവൻ അട്ടിമറിക്കുവാനായിട്ട് സാമ്പത്തിക ശേഷി ഉപയോഗിച്ചുകൊണ്ടും അതേപോലെ ഭരണകൂട സംവിധാനങ്ങളെയും അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ തന്നെ അട്ടിമറിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ഇലക്ഷൻ കമ്മീഷനെയും അതേപോലെ നമുക്കറിയാം റാഫേൽ ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് വന്ന കാര്യങ്ങൾ നമുക്കറിയാം. റാഫേൽ ഇടപാടിന്റെ വിധി പറഞ്ഞ വ്യക്തി ചീഫ് ജസ്റ്റിസ് ഇന്ത്യയുടെ MP ആയിട്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അന്ന് N വേണുവിനെതിരായിട്ട് ഒരു നിയമം, എന്തോ സീക്രട്ട് ആക്ട്സ് പ്രകാരമുള്ള നിയമപ്രകാരം ഇതിന്റെ വിവരങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്നപ്പോഴേക്ക് അതിനെതിരെ കേസെടുത്തപ്പോഴും N റാമിനെതിരെ എടുത്ത കേസ് ഉൾപ്പെടെ എഴുതിത്തള്ളുന്ന ഒരു ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നതാണ്. അപ്പൊ നിയമ സംവിധാനങ്ങൾ എവിടം വരെ പോയി എന്നുള്ള നമുക്കറിയാവുന്നതാണ്. ഈ ഹരേൻ പാണ്ഡ്യയുടെ മരണത്തെ സംബന്ധിച്ച് ഹൈക്കോടതി വിധി എത്ര കൃത്യമായിട്ടാണ് സുപ്രീം കോടതി വന്നപ്പോഴത്തേക്ക് അത് അട്ടിമറിക്കപ്പെട്ടതെന്നും അതിനുശേഷം എത്ര അപ്പീലുകൾ കൊടുത്തിട്ട് യാതൊരു അന്വേഷണം നടക്കാതെ പോയ കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. ജസ്റ്റിസ് ലോയയുടെ മരണം ഇന്നും ദുരൂഹതകൾ പേരിക്കൊണ്ട് നടക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്തരം സംഭവങ്ങൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അന്വേഷണ ഏജൻസികൾ ഏത് രീതിയിലൊക്കെയാണ് ദുരുപയോഗം ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതേപോലെ ഇവിടുത്തെ ജുഡീഷ്യറി സംവിധാനത്തെ തന്നെ ഏത് രീതിയിലാണ് കൊണ്ടുപോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പുതിയ നിയമങ്ങൾ ഈ അപ്പം ചുട്ടെടുക്കുന്ന പോലെ പുതിയ നിയമങ്ങൾ ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്.